ഫോണിൽ ഒരുപാട് ജങ്ക് ഫയലുകൾ ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടാവും, അതുപോലെ സ്റ്റോറേജ് കൺസ്യൂം ചെയ്യുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികൾ ഉണ്ടാവും. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് നല്ലൊരു ഫയൽ മാനേജർ, ഒരു ഫയൽ എക്സ്പ്ലോറർ ആവശ്യമാണ്. ഫയൽസ് ബൈ ഗൂഗിൾ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമ്മളെ ഫോണിൽ. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫോണിൽ ആവശ്യമില്ലാത്തൊക്കെ കണ്ടെത്തി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഫയൽ മാസ്റ്റർ. ഈ ഫയൽ മാസ്റ്റർ കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഫോണിൽ? ഈ ഫയൽ മാസ്റ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നല്ലൊരു ഫയൽ മാനേജർ അല്ലെങ്കിൽ ഫോൺ ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു സംഭവം വേണമെന്നുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എന്തൊക്കെ ഇതിലുള്ളതെന്ന്. ഫയൽ മാസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് വരിക. അവിടെ നമുക്ക് സ്കാൻ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സെക്യൂരിറ്റി സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഫോണിൽ വൈറസ്, മാൽവെയർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് കണ്ടെത്തി തരും. അതുപോലെ ടൂൾസ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഫോണിൽ ആവശ്യമില്ലാത്ത ഫയലുകൾ ക്ലീൻ ചെയ്യാനും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ കണ്ടെത്തി ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫയൽസ് എന്നുള്ള ഭാഗത്ത് പോയാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ഫയലുകളും, ഓരോ ആപ്ലിക്കേഷനിലുള്ള ഫയലുകളടക്കം നമുക്ക് ഇതിൽ കൂടെ ആക്സസ് ചെയ്യാനും ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യാനും കഴിയും. അതുപോലെ ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഇൻറ്റേർണൽ സ്റ്റോറേജ് വേറെ, ഫോൺ സ്റ്റോറേജ് വേറെ, അതുപോലെ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് വേറെ, ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് വേറെ, സിസ്റ്റം ആപ്സ് വേറെ, ഓരോന്നും കാറ്റഗറി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ആവശ്യമില്ലാത്ത ക്ലീൻ ചെയ്യാനും നമുക്ക് ആക്സസ് ചെയ്യാനും കഴിയും. സംഭവം ഒരു അടിപൊളി ഫയൽ മാനേജറാണ്. ഒരു വെറൈറ്റി ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.